Hi, Namaste, welcome back. Viewers, welcome back to my channel India. Forex market, crypto, successful trade. That's USD moment. USD morning, we have sideways. We have correct breakout. We have indication in the morning. We have 529 trade. We have sideways. We have correct sideways indication extra color. Sahidan കാണിച്ചിട്ടുണ്ട് sideways കഴിഞ്ഞിട്ട് strong break പോയപ്പോഴേക്ക് അവിടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു നമ്മുടെ സോഫ്റ്റ് അത് കറക്റ്റ് ആയിട്ട് ആ കൺഫർമേഷനും റെസിസ്റ്റൻസും കറക്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോഫ്റ്റിൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി അതേപോലെ തന്നെ ഗോൾഡിന്റെ പെർഫോമൻസ് അതേപോലെ ക്രിപ്റ്റോ ബിറ്റ്കോയിന്റെ നമുക്ക് സ്കാൽപ്പിംഗ് പെർഫോമൻസ് അപ്പം ഇന്നത്തെ യൂറോസ്റ്റിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം 30 മന്ത്സ് ആണ് വെക്കേണ്ടത് ഗോൾഡ് യൂറോസ്റ്റിക്ക് 30 ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ക്രിപ്റ്റോ ബിറ്റ്കോയിനിൽ 515 കുറച്ചുകൂടെ കുഴപ്പമില്ല 5 നമുക്ക് സ്കാൽപ്പിംഗ് ആണ് 15 ആണ് ബെറ്റർ ടൈം ഫ്രെയിം പക്ഷേ ഫോറക്സിൽ നമുക്ക് 15 മേലുള്ള എന്തായാലും ഇടണം നമുക്ക് 30 ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് വരുന്നത് പിന്നത്തെ 30 മിനിറ്റ്സിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും യൂറോസ്റ്റിയിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെ നിന്നാണ് അത് കഴിഞ്ഞ് മോർണിംഗിൽ നമുക്ക് ബൈ ഇൻഡിക്കേഷൻ കിട്ടിയത് അത് 529 കിട്ടിയ ബൈ ട്രേഡ് ആണ് എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട് 3 ടാർഗറ്റാണ് സിഗ്നൽ വന്ന സമയത്ത് കൺഫേംഡ് അല്ലായിരുന്നു കാരണം ക്യാൻഡിൽ ബ്ലൂ താഴത്തെ ബാർ കളർ റെഡ് ഗ്രീനിലേക്ക് വന്ന സമയത്ത് നമുക്ക് അവിടെ കൺഫേം ആയില്ല ബ്ലൂ എഗെയിൻ കാണിച്ചു പിന്നെ ഇവിടെ നിന്നാണ് ഗ്രീൻ വന്നത് അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് കൺഫേം ചെയ്ത് നമ്മുടെ റെസിസ്റ്റൻസിലെ ലെവലും കൂടെ നോക്കണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ കയറുന്നുണ്ട് കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം ഈ ഒരു ക്യാൻഡിൽ കവർ ചെയ്ത് റെസിസ്റ്റൻസ് കട്ട് ചെയ്യുന്ന ആ ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാവുന്നതാണ് ഇപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് എത്രയാണെന്ന് മുകളിൽ കാണാം നമുക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ 1 ബിറ്റ് ചെറുതായിട്ട് ഇറങ്ങി പക്ഷെ നോക്കുകയാണെങ്കിൽ താഴെ ഗ്രീൻ ക്യാൻഡിൽ ഗ്രീനാണ് നമുക്ക് വേണമെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാം പക്ഷെ പെട്ടെന്ന് റിവേഴ്സിൽ വരുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്ത് വിട്ടാൽ മതി ഇപ്പം കൺഫർമേഷൻ നമുക്ക് അതായത് പെട്ടെന്ന് വന്നില്ല കുറച്ച് ലേറ്റ് കൺഫർമേഷൻ ആണെങ്കിൽ നമുക്ക് ചെറിയ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം പെട്ടെന്ന് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യാം ഇതിപ്പോൾ റെസിസ്റ്റൻസ് അത്ര സ്ട്രോങ് ആയിട്ട് കാണിക്കണില്ല അത് കാരണം നമുക്ക് ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ അതേപോലെ തന്നെ നമുക്ക് ഗോൾഡ് നോക്കുകയാണെങ്കിൽ വലിയൊരു മൂവ് അല്ല എന്നാൽ പ്രോഫിറ്റ് ഉണ്ട് നമുക്ക് സോഫ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട് നമുക്ക് മോർണിംഗിൽ 7 o'clock നമുക്ക് സിഗ്നൽ കിട്ടിയതാണ് അവിടുന്ന് നമുക്ക് 666 സിഗ്നൽ കിട്ടി നമുക്ക് 84 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അതിന് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി പിന്നെ തിരിച്ച് കയറാൻ ശ്രമിക്കുന്നു റെസിസ്റ്റൻസ് കട്ട് ചെയ്താൽ എഗെയിൻ ബ്രേക്ക്ഔട്ട് പോകും അതേപോലെ ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ നമുക്ക് 3 ട്രേഡ് മോർണിംഗിൽ നമുക്കൊരു സെൽ ഇൻഡിക്കേഷൻ സ്ട്രോങ് ആയിരുന്നു അവിടെ സിഗ്നൽ കിട്ടിയപ്പോൾ തന്നെ കൺഫേം ആയി നമുക്ക് ബ്രേക്ക്ഔട്ട് പോയി നമുക്ക് കറക്റ്റ് ലെവലിൽ കൺഫേം ആയി അതേപോലെ തന്നെ ബ്രേക്ക്ഔട്ട് കറക്റ്റായിട്ട് നമുക്ക് താഴെ സപ്പോർട്ട് അടിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു ഡൗൺ ആയിരുന്നു അതേപോലെ പക്ഷേ ബൈ കൺഫർമേഷൻ കുറച്ച് സിഗ്നൽ വന്ന് കൺഫേം ആയപ്പോൾ കുറച്ച് ബ്രേക്ക്ഔട്ട് മേലിൽ കയറിയിട്ടാണ് കൺഫേം ആയത് പക്ഷേ ഇവിടുന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൺഫർമേഷൻ ഡിലേ വന്ന സമയത്ത് നമുക്ക് അവിടെ ചെറിയ പോയിന്റിൽ എക്സിറ്റ് ചെയ്ത് വിടുക അതേപോലെ തന്നെ സെൽ ഇൻഡിക്കേഷനും അതേപോലെ തന്നെ മോർണിംഗിൽ നമുക്ക് സിഗ്നൽ കിട്ടിയ ടൈം എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട് സിഗ്നൽ വന്നപ്പോൾ കൺഫേം ആയില്ല കൺഫർമേഷൻ വന്നത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തു പക്ഷേ കൺഫർമേഷൻ നമുക്ക് കുറച്ച് ഡിലേ വരുന്നതുകൊണ്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്താൽ സേഫ് ട്രേഡ് ആണ് പക്ഷേ താഴെ ഇത് റെഡ് കളർ തന്നെ നമുക്കത് കാരണം ഹോൾഡ് ചെയ്യാം അഥവാ എഗെയിൻ പിന്നെയും ബ്രേക്ക്ഔട്ട് പോയ സപ്പോർട്ട് കട്ട് ചെയ്താൽ റീ എൻട്രി കിട്ടും നമുക്ക് ആ റീ എൻട്രി സജഷനിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പം എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള ലൈവ് പെർഫോമൻസ് നമ്മൾ കാണിച്ചു തരും അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സോഫ്റ്റ് ലേറ്റസ്റ്റ് വേർഷനിൽ സൈഡ് വേസ് മാർക്കറ്റൊക്കെ പ്രത്യേകിച്ച് എക്സ്ട്രാ കളർ വഴി കറക്റ്റായിട്ട് അത് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് താങ്ക് യു